ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1993 പ്രിയപ്പെട്ട ജോസ് വലപ്പാടുമായിട്ട് ഞാൻ പരിചയപ്പെടാൻ എനിക്ക് ദൈവം സഹായിച്ചു. താൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് ജോസുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ ദൈവം ഇടയാക്കിയത്. പ്രിയപ്പെട്ട ജോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോസ് വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. ഈ ദാസൻ ഇന്ന് ക്രിസ്ത്യൻ ഗോസ്പൽ മിഷൻ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലൂടെ ജയിലിൽ കിടക്കുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് താൻ അനേകരോട് അവരുടെ ഭവനങ്ങളിലുള്ളവരെല്ലാം യേശുവിലേക്ക് നയിക്കുന്ന ഒരു വലിയ പ്രവൃത്തി കർത്താവിന്റെ ദാസനിലൂടെ ദൈവം തികച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോസിനെ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജോസ്. എൻ്റെ സ്വദേശം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വലപ്പാട് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ അപ്പൻ്റെ പേര് റപ്പായി എന്നാണ്, അമ്മയുടെ പേര് മേരി എന്നാണ്, എൻ്റെ പേര് ജോസ് എന്നാണ്. പേര് കൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയിരിക്കുന്നു. യേശുവായിട്ട് യാതൊരു ബന്ധം എൻ്റെ ഭവനത്തിലായിരുന്നു. ചെറുപ്രായം മുതൽ എൻ്റെ അപ്പനൊരു മദ്യഷാപ്പിൽ ജോലിക്കാരായിരുന്നതിന്റെ പേരില് അപ്പനെ സഹായിക്കാൻ ഷാപ്പിൽ പോവുകയും അവിടുത്തെ മെച്ചകരമാവുന്ന അനുഭവങ്ങൾ കണ്ട് വളരുവാനൊക്കെ ഇടയായി. സ്കൂളിലെ തലവേദനയായി, പോകുന്ന സ്ഥലങ്ങളെല്ലാം പ്രശ്നങ്ങളായി. ഒരു എന്താ പറയാ, ഒരു പന്നി എങ്ങനെയാണ് ചെടിയിൽ കിടന്ന് ഉരുളുന്നത്, ഇതുപോലെ ഉരുണ്ടുരുണ്ടു പോയ അവസ്ഥയായിരുന്നു എന്റേത്. എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കാഞ്ഞിട്ടല്ല, അവരെന്നെ നന്നാക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമ എന്നെ വളരെ വളരെ വഴിതെറ്റിക്കാനിടയായി. ഹിന്ദി സിനിമയും ഇംഗ്ലീഷ് സിനിമയും മാറി മാറി കാണുകയും അതിലെ വില്ലൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അവർ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ അപമാനിതനാകുകയും പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ പേരിലും ആ ദേശത്ത് അറിയപ്പെടുന്ന വ്യക്തിയായതിന്റെ പേരിലും എനിക്ക് കേസുകളൊന്നും ഉണ്ടാകുന്ന നിലയിൽ എന്നെ ഇറക്കിക്കൊണ്ടുവരിക സ്ഥിരം പതിവായി തീർന്നു. എന്നാൽ എൻ്റെ ആ ചെറു പ്രായത്തിൽ തന്നെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം അടിച്ചു പൊളിച്ചു മുന്നോട്ട് ഞാൻ കഴിയത്തുള്ളൂ എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിക്കുവാനിടയായത്. അതിനുവേണ്ടി പല പദ്ധതികൾക്കും ഞാൻ ആസൂത്രണം ചെയ്തു. എനിക്ക് ചില ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പല പരിപാടിയും ആസൂത്രണം ചെയ്തു. പക്ഷെ ഒന്നും വിജയപ്രദമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. അവസാനം അതൊരു കളവ് കേസുള്ള ബന്ധത്തിൽ അത് ചെന്ന് അവസാനിക്കുകയായിരുന്നു. 1980 ആ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അതിനുള്ള ബന്ധത്തില് നാട്ടുകാര് എന്നെയും എന്റെ കൂട്ടുകാരനെയും ഓടിച്ചിട്ട് തല്ലി എറിഞ്ഞു വീഴ്ത്തി തൃശ്ശൂർ തേക്കാട് മൈതാനത്ത് വെച്ച് 2 മാവുമേൽ ഞങ്ങൾ കെട്ടിയിട്ടു. ശരിക്കും മർദ്ദിച്ചു. പിന്നെ പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ചു. പിന്നെ വിയൂർ സബ് ജയിലിലേക്ക് ഞങ്ങൾ റിമാൻഡ് ചെയ്തു. എന്നാൽ ആ സബ് ജയിലിൽ ചെന്ന സമയത്ത് കേരളത്തിലെ 3 സെൻട്രൽ ജയിലുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ കഴിയുന്ന പ്രതികള് കൊലക്കേസ് പ്രതികളാണ്. അവന്മാര് പൂജപ്പുര സെൻട്രൽ ജയിൽ നോക്കുകയാണെങ്കിലും
അവിടെ കഴിയുന്നതും കൊലക്കേസ് പ്രതികളാണ്. എന്നാൽ തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നവര് കളവ് കേസ് പ്രതികളാണ് അവിടെ കൂടുതലായി കഴിയുന്നത്. കളവ് കേസിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത അനേകര് വിയൂർ സെൻട്രൽ ജയിലിനകത്തുണ്ട്. അങ്ങനെ ആ ഒരു സെൻട്രൽ ജയിലിന്റെ ഭാഗമായ വിയൂർ സബ് ജയിലിൽ ഞാൻ കടന്നു ചെന്ന സമയങ്ങളിൽ എന്നെക്കാളും വലിയേട്ടന്മാരായിരിക്കുന്ന അനേക കളവുപുള്ളികളും കള്ളന്മാരും അങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം ഞങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയും, മാത്രമല്ല ഇങ്ങനെയുള്ള ചെറിയ കേസുകളുമായിട്ട് ജയിലിൽ വരണമെങ്കിൽ നല്ല കേസുകളുമായിട്ട് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുള്ള ചില പഠനങ്ങളും അവിടുന്ന് ലഭിക്കാനിടയായി. ആദ്യത്തെ കേസ് തന്നെ ഫിലിം സ്റ്റൈലിൽ മോഷണം എന്ന നിലയിൽ പത്രവാർത്ത വരുവാനായിട്ടിടയായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അനേകര് ഈ ദൈവസ്നേഹവുമായിട്ട് അവിടെ കടന്നു വരിക പതിവായിരുന്നു. സ്ഥിരം ചില ദൈവദാസന്മാര് ജയിലിനകത്ത് ഈ ദൈവത്തിന്റെ വചനമായി കടന്നു വരുമ്പോൾ അത് എനിക്കൊരു പുച്ഛമായിട്ടാണ് ആ സമയങ്ങളിൽ തോന്നുന്നതിനിടയായത്. ബൈബിൾ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാണ്. നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുവാനുള്ളൊരു മനസ്സെനിക്കില്ലായിരുന്നു. എന്നാൽ എന്റെ അപ്പൻ എന്നെ വളരെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ എന്നെ ജാമ്യത്തിൽ ഇറക്കുവാനായിട്ട് കടന്നു വന്നു. ജാമ്യത്തിൽ ഇറക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് എന്റെ അപ്പൻ ഇങ്ങനെ പറയാനിടയായി, നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. നിന്റെ താഴെ 3 സഹോദരിമാരുണ്ട്, നിന്റെ താഴെ ഒരു അനിയനുണ്ട്, ഞാനും അപ്പനും അമ്മയും ഉണ്ട്, നിനക്കുണ്ട്. പക്ഷെ നീ മുഖാന്തരം ഞങ്ങൾക്ക് ഒരിക്കലും മുഖമുയർത്തി മറക്കാൻ കഴിയാത്ത നിലയിൽ ഞങ്ങളായിരിക്കുകയാണ്. എങ്കിലും നീ ഞങ്ങളെ മകനായി പോയതിന്റെ പേരിൽ നിന്നെ ഇപ്പോൾ ഞങ്ങൾ ജാമ്യത്തിലിറക്കാൻ വന്നിരിക്കുകയാണ്. നീ നല്ല നിലയിൽ ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ മാത്രമേ ഞാൻ ജാമ്യത്തിൽ ഇറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ചിന്ത എനിക്ക് എങ്ങനെയും പുറത്തു ചാടുന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു എന്റേത്. എന്നാൽ ഞാൻ എന്റെ അപ്പനടുത്ത് അന്ന് പറഞ്ഞ വാക്ക് 100% ആത്മാർത്ഥത്തോടെ തന്നെ പറയാനിടയായത്. ഞാൻ എന്റെ അപ്പനടുത്ത് ഇങ്ങനെ പറയാനിടയായി, ഒരിക്കലും ഞാൻ ഇങ്ങനെ പഴയ കൂട്ടുകെട്ടിൽ പോകത്തില്ല, പഴയ വഴി നീങ്ങത്തില്ല, നിങ്ങൾ പറഞ്ഞനുസരിച്ച് ജീവിതം ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അപ്പൻ എന്നെ ജാമ്യത്തിലിറക്കി പുറത്ത് കൊണ്ടുവരുവാനിടയായി. ഞാൻ തെറ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം എന്റെ അപ്പൻ എനിക്ക് വേണ്ടി മാപ്പ് പറയാനിടയായി. അതിനുള്ള ബന്ധത്തില് ആ കേസുകൾ എന്നെ വെറുതെ വിടുവാനായിട്ടിടയായി. എന്നാൽ ആ ദേശത്ത് ഏതെങ്കിലും ഒരു കളവ് കേസോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരം പോലീസിന്റെ ഭവനത്തിൽ അന്വേഷിച്ചുവരുമായിരുന്നു. മാത്രം എന്നോടുകൂടെ മദ്യപിച്ച് നടന്ന എന്ത് ചെയ്യാൻ മടിയില്ലാത്തതായുള്ള സ്നേഹിതന്മാരെല്ലാവരും ഒറ്റപ്പെടുത്തുവാനിടയായി. അതെനിക്ക് വളരെയധികം വേദനാജനകമായുള്ള അവസ്ഥയായിരുന്നു. എന്റെ ഹൃദയം കഠിനപ്പെടുകയും ഞാനിവിടെ നാട് വിട്ട് ബോംബെയിലേക്ക് വണ്ടി കയറുവാനിടയായി. ബോംബെയിൽ ഞാൻ ചെന്നുപെട്ടത് ബോംബെയിൽ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ബോംബെ ധാരാവി എന്ന സ്ഥലത്താണ് ഞാൻ ചെന്നുപെടുവാനിടയായത്. അവിടെ എനിക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതിന്റെ പേരിലാണ് ആ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനിടയായത്. വാച്ച് ചെയ്യാൻ വിൽക്കുന്നവരും മയക്കുമരുന്ന് വിൽക്കുന്നവരും അതുമാതിരി കൂലിത്തല്ലുകാരും ക്ലബ്ബുകൾ നടത്തുന്ന വ്യക്തികളും ഇങ്ങനെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ മധ്യത്തില് ഞാനും അവിടെ വീണു പോകാനിടയായി. പ്രിയപ്പെട്ടവരെ, കൈ നിറയെ പൈസ